ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. വെയിലെറിച്ച ദിവസം ഓർക്കുന്നില്ല ദിവസമാണെന്ന്. കാര്യം എന്ന് വെച്ചാൽ വെയിലെറിച്ച ദിവസം ഓർക്കാനായിട്ട് വെയിലെറിക്കണ്ടേ? എല്ലാ ദിവസവും മഴയൊക്കെ തന്നെ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നല്ലോ. അപ്പോൾ രാവിലെയാണ് ഞാൻ ഉപ്പൊക്കെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഇഡലിക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ നോക്കിയപ്പം ഒരു മുരിങ്ങക്കോൽ അതിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മക്കൾക്ക് അങ്ങനെ മുരിങ്ങക്കോൽ ഇടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചേമ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേമ്പും പിന്നെന്താ ഒരു ഉരുളക്കിഴങ്ങും ഒരു സവോളയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇത്രയും മതി കഷ്ണങ്ങൾ. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇട്ടിട്ട് സാമ്പാറാക്കണ്ടല്ലോ. സാധാരണ നമ്മൾ ഉള്ളി സാമ്പാറൊക്കെ വെക്കാറില്ലേ, തക്കാളി ഉള്ളിയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ പരിപ്പ് വേവിച്ചെടുക്കുക. 2 വിസിലടിപ്പിച്ചിട്ട് പരിപ്പ് വേവിച്ചെടുത്തിട്ട് പിന്നെ കഷ്ണം ഇട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചക്കരക്കാപ്പി കുടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാര്യം രാവിലെ എണീറ്റ് വന്നപ്പം പ്രത്യേകിച്ച് അനുക്കുട്ടിക്ക് നല്ല തൊണ്ടവേദനയായിട്ടാണ് വന്നത്. പനിയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നത്. എറണാകുളത്ത് പോയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നമുക്ക് തൊണ്ട ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ അതൊരു സുഖമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേര്, ഇപ്പം എല്ലാവരും ഒന്നും എണീറ്റ് വന്നിട്ടില്ല. അപ്പം ഞാനും അനുക്കുട്ടിയും ചേട്ടായിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും അത് കുടിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഷ്ണങ്ങൾ അരിയാനായിട്ട് ഇപ്പോൾ അത് അനിക്കുട്ടി ഇവിടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇഡലിക്കുള്ള മാവ് കോരി ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ, നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ കുക്കറിലിരുന്ന പരിപ്പൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് 2 വിസിലും കൂടെ അടുപ്പിക്കും. അപ്പം ഞാനിതിലേക്ക് ചേർക്കണമെന്ന് വെച്ചാൽ കട്ടക്കായയില്ലേ, അതൊരു കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കാറുള്ളൂ. ഞാൻ സാമ്പാർ പൊടിയൊന്നും അങ്ങനെ ചേർക്കാറൊന്നുമില്ല കേട്ടോ. കട്ടക്കായും ചേർത്തിട്ട് മാത്രമാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ സാമ്പാറാണ്. അപ്പോൾ ഇനി ഒരു 2 വിസിലും കൂടെ അടിച്ചിട്ട് നമുക്ക് വറവച്ചെടുത്താൽ മതി. കടുകൊക്കെ താളിച്ചിട്ടേ പൊടികളൊക്കെ ചേർത്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പിന്നെ സാമ്പാറും ഒക്കെ റെഡിയായി. അങ്ങനെ മക്കളതേ കഴിക്കാനൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് ഇന്ന് പഠിക്കാൻ പോകണം, എറണാകുളത്തേക്ക് പോകണമല്ലോ. അപ്പോൾ രാവിലെ നല്ല മഴയാണ്. അപ്പം കുടയും പിടിച്ച് സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞെന്നെ കുഴപ്പമില്ല, അവൾ ചവിട്ടിയൊക്കെ പോണതാണ്. പക്ഷേ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട് ബാഗിൽ, അത് വെള്ളം വീണ പ്രശ്നമല്ലേ. അപ്പോൾ മോൻ എന്തായാലും ഇന്ന് പോകണ്ട, വീട്ടിൽ ഇരുന്ന് ഉള്ള വർക്കാണ്. അതുകൊണ്ട് ഇന്നിപ്പം അമ്പലം വരെ കണിച്ചുളങ്ങര അമ്പലത്തിൽ ചെന്നിട്ടാണ്, അവിടെ നിന്നാണ് പ്രൈവറ്റിന് പോകണതേ. അപ്പോൾ മോൻ അമ്പലത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോട്ടൊക്കെ ഇട്ട് 2 പേരും കൂടെ പോയി. അപ്പോൾ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മഴയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ ചോറിന് എന്ത് കറി ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ് അന്ന് പിന്നെ തൊട്ട് നമ്മുടെ 2 വീടിൻ്റെ തെക്കേ വീട്ടിൽ ചിക്കൻ സെൻ്ററാണ്, ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ. അപ്പോൾ ചേട്ടായി പറഞ്ഞത് ഞാൻ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കായൽ മീൻ വാങ്ങാന്ന് വെച്ചാൽ അതിനും വില കൂടുതലല്ലേ. കിലോയ്ക്ക് എന്തോ 400 രൂപ മറ്റൊക്കെ കൊടുക്കണം. അപ്പോൾ അതിലും നല്ലത് നമുക്ക് ചിക്കൻ വാങ്ങുന്നത് തന്നെ. 400 അല്ല, കരിമീനൊക്കെ കിലോയ്ക്ക് 500 രൂപയ്ക്ക് മറ്റേ വില. പിന്നെ കടൽ മീൻ മേടിക്കാൻ ഇപ്പം മടിയാണ്. ഓരോ വാർത്തകളൊക്കെ കേൾക്കുന്നതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ലല്ലോ. 2 തരത്തിൽ പറയും. കഴിച്ച കുഴപ്പമില്ലെന്നും പറയുന്നുണ്ട്. വേറൊരു കൂട്ടർ പറയും കഴിച്ചെന്ന് ശ്വാസകോശത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മേടിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പിന്നെ വേണ്ടെന്ന് വെച്ച്, ആർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോയി ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു 1.5 കിലോ ചിക്കനേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ അല്ലേ, സോറി, ഉച്ചയ്ക്കും വൈകിട്ടും ആകുമല്ലോ. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ മക്കൾ ഇവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചതച്ചൊക്കെ വെച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ് അതൊക്കെ റെഡിയാക്കി വെച്ചോ, ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ മൂത്ത വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ അതിൽ നിന്ന് ഒടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണികളൊക്കെ പുറത്തുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്ത് വെച്ചുമ്പോൾ ഒന്ന് താമസിച്ചു. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി മല്ലിയിലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയെല്ലാം റെഡിയായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ചിക്കൻ കറി വെച്ചത് കൂടാതെ ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കും കൂടെ കറിയാകും. ഇനിയിപ്പം പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു കേട്ടോ. ഊണ് കഴിച്ച് പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച്
അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കഴുകി വെച്ച തുണികളൊക്കെ ബക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഞാൻ കരുതി അന്നേ കൊണ്ടുപോയി നമുക്ക് നോക്കാം. മഴ പെയ്യുന്നില്ല, ചെറുതായിട്ട് ചാറ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തിടാൻ പറ്റത്തില്ല. പിന്നെ ആദ്യം ഞാൻ സ്റ്റെയറിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു അഴയുണ്ട്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഞാൻ ആ ചെറിയ അഴയിലേക്ക് അങ്ങോട്ടിട്ട്. ഒരുപാട് തുണികളൊന്നും അവിടെ ഇടാൻ പറ്റത്തില്ല. ഒരു കൊച്ചഴയാണ് ഞാൻ കിട്ടിയിരിക്കുന്നത് അവിടെ. പിന്നെ ഈ സ്റ്റെയറിൻ്റെ കൈവരിയിലൊക്കെ കുറേയൊക്കെ ഇടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിലറിക്കുന്ന സമയത്ത് നമുക്കിങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് പുറത്തേക്ക് ഇടാം. മഴ വരികയാണ് ഓടിപ്പോയി എടുക്കുകയും ചെയ്യാമല്ലോ. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഒന്ന് വിരിച്ചിടുന്നത്. പിന്നെ മഴക്കാലമാകുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യാല്ലേ, എന്തായാലും നമുക്ക് ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഉണക്കിയെടുക്കാതെ നിവർത്തിയില്ല. പിന്നെ പകുതി ഉണങ്ങി കിടക്കുന്നതാണ്. പിന്നെ നമുക്കൊന്ന് കാറ്റ് കൊണ്ടാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, വീടിനകത്തൊക്കെ അഴ കെട്ടിയൊക്കെ നമ്മൾ ഇടുമല്ലേ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വല്ല ഷെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മഴക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലായിടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ഓരോ സ്ഥലത്തെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം വന്നിട്ട് വീടൊക്കെ വെള്ളത്തിലായിപ്പോയി, അവർക്കൊക്കെ എന്തെല്ലാം ദുരിതങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് വേണം പറയാൻ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മഴക്കാറുണ്ടെങ്കിലും മഴയൊന്നും അധികം ഇല്ല, കാറ്റുണ്ട് പുറത്ത്. അപ്പം ഞാൻ പിന്നെ ആ വലിയ തുണികളൊക്കെ കൊണ്ടുവന്ന് ബെഡ്ഷീറ്റും പിന്നെ മുണ്ടുണ്ടായിരുന്നു, മുണ്ടും കുറച്ച് തുണികളൊക്കെ പുറത്തും കൊണ്ടുവന്ന് വിരിച്ച്. ഇവിടെ കിടന്ന് കുറച്ച് നേരം കാറ്റ് കൊണ്ടാണെങ്കിൽ നമുക്ക് പിന്നെ കൊണ്ടുവന്ന് അകത്തിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ ഇട്ടത്. ചെറിയൊരു തോർച്ച കണ്ടപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ എല്ലാവരും അലക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പിന്നെ ചെറിയൊരു കാറ്റും ഉണ്ട്. ആ കാറ്റ് കൊണ്ടാണെങ്കിൽ നമുക്ക് തുണികളൊക്കെ ഉണങ്ങി കിട്ടും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഞാൻ പോയി ചെന്നതിന് ശേഷം മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോള് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന അമ്പലത്തിൽ വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തായാലും രാവിലെ മോനല്ലേ കൊണ്ടാക്കിയത്. അപ്പോൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടേ, വീട്ടിലേക്ക് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണമല്ലോ. അപ്പോൾ പിന്നെ മോൻ മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താഴെ വന്നിട്ട് കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ മോള് വന്നത്. ഓട്ടോ വരുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ പിന്നെ ഓട്ടോക്കാരന് കൊടുക്കാനുള്ള കാശുമായിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. മോളുടെ കയ്യിലുണ്ടോ ഇല്ലെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് ഗേറ്റ് തുറന്നപ്പോൾ തന്നെ മോളിങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് വീട് വരെ വരുന്നത് 40 രൂപ പോയിൻ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് അനുക്കുട്ടിക്ക് പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്, തുമ്മലും ചെറിയ തൊണ്ടവേദനയും ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പച്ചമരുന്നൊക്കെ പറിച്ചെടുത്തിട്ടേ ആവി പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾക്കിവിടെ നമ്മൾ ചെടിച്ചട്ടിയിൽ പനിക്കൂർക്ക നട്ടിട്ടുണ്ടേ. അപ്പോൾ പനിക്കൂർക്കയും തുളസി ഇല പിന്നെ പേരയില അങ്ങനെ കുറച്ച് തൃത്താവുണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നമ്മൾ സാധാരണ തുളസി ഇല. നമുക്കിവിടെ തുളസിത്തറയിൽ വെച്ചിരിക്കുന്ന തുളസി എന്ന് വെച്ചാൽ ചെറിയ തുളസിയാണ്, അതിൽ നമുക്ക് കിള്ളി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അവിടെ ഞാൻ മടക്കിയ വീട്ടിൽ നിന്ന് തുളസി ഇലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ തൃത്താവ് അപ്പുറത്തുനിന്ന് തൃത്താവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വേരുള്ള തുളസി തന്നതുകൊണ്ട് ഞാൻ പിന്നെ തുളസി തൈയൊക്കെ ഞാനും ചേട്ടായും കൂടെ അത് ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുളസി തറയെ കൊണ്ടുവന്ന് ഒരെണ്ണം വെച്ച് അപ്പോൾ പിടിച്ച് കിട്ടിയാണ് പിന്നെ നമുക്ക് പ്രശ്നമില്ല. കാര്യം ചെന്നാൽ പിടിക്കാറില്ല, എപ്പോഴും ഇങ്ങനെയാണ്. തുളസി നന്നായിട്ട് മുരണ്ട് നിൽക്കും, നന്നായിട്ടൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഒരെണ്ണം നേരത്തെ വെച്ചതാണ് അതിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറിച്ചെടുത്ത ഇലകളെല്ലാം ഞാൻ പിന്നെ ചെട്ടിയാനൊക്കെ നോക്കണം. നമുക്കറിയാൻ പറ്റത്തില്ല, ചില ഇലകളിൻ്റെ മറുവശത്ത് ഇങ്ങനെ ചെട്ടിയാനൊക്കെ ഇരിക്കും.
അപ്പോൾ പിന്നെ അതൊക്കെ ചെട്ടിയാൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായില്ല എന്നൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ കഴുകി എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് അത് കുടിക്കണേനും കുഴപ്പമൊന്നുമില്ല, കുടിക്കാനും നല്ലതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് നോക്കിയെടുത്തിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ട്, ഇതിപ്പോൾ ഇതിനകത്ത് തുളസി ഇലയും തൃത്താവും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വേറെയുള്ള ഇലയൊന്നും നമുക്കിപ്പോൾ ഇല്ല. പേരയില, കുരുമുളകിൻ്റെ ഇല, തൃത്താവ്, ഇങ്ങനെ എല്ലാം ഇടുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുടിക്കാനും എടുക്കാം, അത് ആവി പിടിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിയുടെ കൂടെ ഇപ്പോൾ കഴിക്കാനായിട്ട് സ്നാക്സ് ഐറ്റം എന്ന് പറഞ്ഞാൽ പാക്കറ്റിലെ ഈ എണ്ണയുടെ ഉപയോഗം ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ വന്ന ചിറ്റയൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ വാങ്ങിയിട്ട് കൊണ്ടുവന്ന പാക്കറ്റിലെ ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു. ചിപ്സും ചക്കവറ മിച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് മിച്ചറും പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അനുക്കുട്ടിയും കൊണ്ട് മരുന്നിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയുണ്ട്, രണ്ടുപേരും കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ.